പ്രപഞ്ചത്തിലെ ചാലകശക്തിയായ അണു മുതൽ സൗരയൂഥം വരെയുള്ള വസ്തുക്കളെ നിരന്തരമായി ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിവിശേഷമാണ് ആദിപരാശക്തി. ഈ പ്രപഞ്ചം തന്നെ പരാശക്തിയുടെ അവസ്ഥാഭേദമായി ഭാരതീയർ കരുതുന്നു. ഓരോ യുഗത്തിലും മാതൃരൂപിയായ ദേവിയെ ആരാധിക്കുക വഴി ഭക്തർ ദുരിതമോചനം നേടി സാഫല്യമടയുകയാണ്. ദേവീപ്രീതിക്കായി മനുഷ്യർ മാത്രമല്ല, ദേവന്മാരും ആരാധന നടത്തുന്നു. ത്രിമൂർത്തികളിൽ സംഹാരകാരകനായ ശ്രീമഹാദേവന്റെ ഭക്തിക്ക് പകരമായി പരാശക്തി സ്വയം ഗംഗയായും സതിയായും അവതരിച്ചു. ഇതിൽ സതീദേവി ശിവവിരോധിയായ ദക്ഷപ്രജാപതിയുടെ മകളായിരുന്നു. ഒരിക്കൽ ദക്ഷപ്രജാപതി നടത്തിയ യാഗത്തിൽ ശിവനെ ക്ഷണിക്കുകയുണ്ടായില്ല. ആ അവസരത്തിൽ യജ്ഞശാലയിലെത്തിയ സ്വന്തം പുത്രിയായ സതീദേവിയെയും ദക്ഷൻ നിന്ദിച്ചു. മനംനൊന്ന സതീദേവി ദക്ഷന്റെ യാഗാഗ്നിയിൽ ആത്മാഹൂതി ചെയ്തു. വിവരമറിഞ്ഞ് ക്രുദ്ധനായ മഹാദേവൻ ദക്ഷനെ വധിച്ചു. എന്നിട്ടും കോപമടങ്ങാതെ സതീദേവിയുടെ ജഡമെടുത്ത് മഹാദേവൻ താണ്ഡവമാടുവാൻ തുടങ്ങി. ശിവതാണ്ഡവത്തിന്റെ പ്രഭാവം താങ്ങാനാകാതെ ലോകം നശിക്കുമെന്നായപ്പോൾ മഹാവിഷ്ണു ചക്രായുധമയച്ച് സതീദേവിയുടെ ശരീരം ഛിന്നമാക്കി. ദേവിയുടെ അവയവങ്ങൾ ചെന്ന് പതിച്ച ഭൂമിയിലെ വിവിധ സ്ഥലങ്ങൾ പരാശക്തിയുടെ പ്രഭവ കേന്ദ്രങ്ങളായ സിദ്ധപീഠങ്ങളായി മാറി. ആദിപരാശക്തിയുടെ ചൈതന്യത്താൽ അനുഗ്രഹീതമായ ആ സ്ഥലങ്ങൾ സന്ദർശിച്ച പരശുരാമൻ അവിടുത്തെ ദേവീ പ്രഭാവത്തെ കേരളക്കരയിൽ ശാശ്വതമായി പ്രതിഷ്ഠ ചെയ്തു. പരാശക്തിയുടെ സിദ്ധപീഠസ്ഥലികളിലെ ചൈതന്യം നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളാണ് കേരളത്തിലെ പരശുരാമ സൃഷ്ടമായ 108 ദുർഗാലയങ്ങൾ. ഈ ദുർഗാലയ സന്ദർശനം സിദ്ധപീഠ ഗമനം പോലെ പുണ്യപ്രദമാണെന്ന് കരുതപ്പെടുന്നു. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാസേന മേ ശൃണുഃ. ക്ഷേത്രായനം ക്ഷേത്രായനം. അമ്പത്തൊന്നക്ഷരാളി കലിതതനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്ത് അൻപോടു പൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർബാണ ഢംബ പ്രശമന സുഹൃദോപാത്ത സൗഭാഗ്യലക്ഷ്മീ സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിണ വലയാധീശ്വരി വിശ്വനാഥേ കുമ്പിടുന്നേൻ കഴലിണ വലയാധീശ്വരി വിശ്വനാഥേ വിശ്വനാഥേ വിശ്വനാഥേ.
മലയാള കവിതയുടെ മണിമുത്തായി അറിയപ്പെടുന്ന മഴമംഗലത്തിന്റെ ഈ മണിപ്രവാള കവിത മനോഹരമായൊരു വലയാധീശ്വരീ സ്തുതിയാണ്. കവി വാഴ്ത്തുന്ന വലയാധീശ്വരി പേരുകേട്ട പെരുവനം ഗ്രാമത്തിന്റെ ഊരുകാക്കുന്ന അമ്മ തിരുവടിയാണ്. സാക്ഷാൽ ഊരകത്തമ്മ തിരുവടി. ഊരകത്തമ്മയുടെ തിരുമുമ്പിൽ ഏവരും ആ കഴലിന് തൊഴുന്ന ശരണാഗതരാണ്. ആദരവോടെ ത്രിപാദം സ്മരിക്കുന്ന അമ്മയുടെ ആശ്രിത വത്സലർ. സേവിക്കുന്ന ജനങ്ങൾക്ക് എന്നും ഭാവിക്കുന്നതെല്ലാം കൊടുക്കുന്ന, ലോകത്തിൽ അമൃതവള്ളി പോലെ പ്രസിദ്ധിയായി ഐശ്വര്യപൂർണമായ വലയാലയത്തിൽ വാഴുന്ന ഊരകത്തമ്മയുടെ പാദസ്മരണം ചെയ്യുന്ന ഭക്തർക്ക് ശുഭോദർക്കമാണ് ഫലശ്രുതി. മഹനീയമായൊരു മഹാക്ഷേത്രത്തിന്റെ മണ്ണിലേക്ക് പദമൂന്നിക്കൊണ്ട് ക്ഷേത്രായനം കാഴ്ചവെക്കുന്ന ഈ എപ്പിസോഡ് ആരാധ്യദേവതയായ ഊരകത്തമ്മ തിരുവടിക്ക് സവിനയം സമർപ്പിക്കുന്ന തൃപ്പടി ദാനമാണ്. തുടികൊട്ടിത്തുയിലുണരും ഊരകം അമ്മ തിരുവടിതൻ പൊന്നമ്പലം. തുടികൊട്ടിത്തുയിലുണരും ഊരകം അമ്മ തിരുവടിതൻ പൊന്നമ്പലം. കരുണ കടലായി അമൃതം പകർന്നിടും പൂർണ്ണചന്ദ്രപ്രഭയാൽ ദേവി വിളങ്ങിടും അമ്പലം ഊരകം. തുടികൊട്ടിത്തുയിലുണരും ഊരകം അമ്മ തിരുവടിതൻ പൊന്നമ്പലം. കാഞ്ചീപുരത്തു നിന്നും വന്നൊരമ്മയല്ലേ, ഊരെല്ലാം ഉണ്മയേകുമുഗ്രമൂർത്തിയല്ലേ. കാഞ്ചീപുരത്തു നിന്നും വന്നൊരമ്മയല്ലേ, ഊരെല്ലാം ഉണ്മയേകുമുഗ്രമൂർത്തിയല്ലേ. ഉലകെല്ലാം നിറഞ്ഞിടും പ്രഭയല്ലേ, കൊടുങ്ങല്ലൂരമ്മയും വാണരുളുമിടം. ഉലകെല്ലാം നിറഞ്ഞിടും പ്രഭയല്ലേ, കൊടുങ്ങല്ലൂരമ്മയും വാണരുളുമിടം. ഊരകത്ത് അമ്മ തിരുവടി ക്ഷേത്രം ഒരു മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഈ മഹാക്ഷേത്രം എന്ന് സങ്കല്പിക്കുന്നത് പതിവായിട്ട് 5 പൂജ, 3 ശിവേലി, ദീപാരാധന ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ക്ഷേത്രത്തിനെയാണ് ഈ മഹാക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ഷേത്ര പ്രാകാരങ്ങളും എല്ലാ പ്രധാന ക്ഷേത്രങ്ങൾക്കും വേണ്ടതായിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു വിശേഷം ധ്വജപ്രതിഷ്ഠയുണ്ട്. ബാക്കി ഈ പെരുമനം ഗ്രാമത്തിൽ പഴയ കാലത്ത് ധ്വജപ്രതിഷ്ഠ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഐകുന്ന് ഭഗവതി ക്ഷേത്രത്തിലും ധ്വജപ്രതിഷ്ഠ കഴിഞ്ഞിട്ടുണ്ട്. പരശുരാമസൃഷ്ടമായ കേരളക്കരയിലെ 108 ദുർഗാലയങ്ങളിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്നു ഊരകം അമ്മ തിരുവടി ക്ഷേത്രം. അഷ്ടൈശ്വര്യ സമൃദ്ധമായ പെരുവനം ഗ്രാമത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് ഊരകത്തമ്മ തിരുവടി. തൃശൂരിൽ നിന്ന് 12 കിലോമീറ്റർ തെക്ക് കൊടുങ്ങല്ലൂരിലേക്കുള്ള പാതയ്ക്ക് സമീപമാണ് അമ്മ തിരുവടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭക്തനായ തിരുവലയന്നൂർ ഭട്ടതിരിയോടൊപ്പം ഊരകത്തെത്തിയ കാഞ്ചി കാമാക്ഷിയാണ് വലയാധീശ്വരിയായി അറിയപ്പെടുന്ന ഊരകത്തമ്മ തിരുവടി. കാഞ്ചി കാമാക്ഷി ദേവിയുടെ ഊരകത്തേക്കുള്ള വരവിന് കാരണമായി പറയപ്പെടുന്ന ഒരൈതിഹ്യമുണ്ട്. കലിയുഗത്തിന്റെ പ്രഭാവം കേരളക്കരയെ ഗ്രസിക്കുവാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ പെരുവനം ഗ്രാമത്തിന്റെ രക്ഷയ്ക്കായി കാഞ്ചീപുരത്തു നിന്നും പരാശക്തിയെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുവാൻ ഗ്രാമവാസികൾ തീരുമാനിച്ചു. ഭഗവതിയെ കാഞ്ചീപുരത്തു നിന്നും കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ട തിരുവലയന്നൂർ ഭട്ടതിരി സഹായികളായ
കീഴോട്ടുകര തിരുമേനിയും കോമരത്ത് മേനോനുമായി കാഞ്ചീപുരത്തെത്തി ദേവിയെ ഉപാസിക്കുകയും നാട്ടിലെത്തി ദേവീ സാന്നിധ്യം പ്രകടമാകുമെന്ന് സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് തിരികെ മടങ്ങുകയും ചെയ്തു. നാട്ടിലെത്തിയ കീഴോട്ടുകര തിരുമേനിക്കും കോമരത്ത് മേനോനും ദേവീ സാന്നിധ്യം പ്രകടമായതിനെ തുടർന്ന് ആ ഈശ്വരീയ ഭാവങ്ങളെ അവർ കീഴോട്ടുകര പിഷാരിക്കൽ ക്ഷേത്രത്തിലും പല്ലിശ്ശേരി ക്ഷേത്രത്തിലുമായി പ്രതിഷ്ഠിച്ചു. തിരുവലയന്നൂർ ഭട്ടതിരിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ അല്പം വൈകിയ കാഞ്ചി കാമാക്ഷി ആ ഭക്തന്റെ അകമഴിഞ്ഞ ഉപാസനയിൽ സംപ്രീതയായി ഒടുവിൽ അദ്ദേഹത്തിന്റെ കുളക്കരയിൽ ഒരോലക്കുടയിൽ സന്നിഹിതയായി. ഒരു ദിവസം ഭട്ടതിരിയുടെ അന്തർജനത്തോടൊപ്പം കുളക്കരയിൽ കുളിച്ചുകൊണ്ടിരുന്ന ഉണ്ണി കുളക്കടവിൽ വച്ചിരുന്ന ഓലക്കുട നിന്ന് തിരിയുന്നത് കണ്ടു. നന്നേ ചെറുതായിരുന്ന ഉണ്ണിക്ക് ആ കുടയുടെ വടി തിരിയുന്നത് മാത്രമേ കാണുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അമ്മേ, തിരിയുന്ന വടിയെന്ന് ഉണ്ണി അമ്മയോടായി വിളിച്ചു പറഞ്ഞു. അതോടെ അപൂർണമായ ആ വാക്കുകളും ഓലക്കുടയും അനശ്വരമായി. അമ്മ തിരുവടിയായി ദർശനം നൽകിയ ആ കാഞ്ചിപുരാധീശ്വരി ഓലക്കുടയിലെ തിരുവവതാരമായി ഊരകത്ത് പ്രത്യക്ഷയായി. തന്റെ കുടുംബദേവതയായി കുടപ്പുറത്ത് പ്രത്യക്ഷയായ ദേവിയെ വരിച്ച ഭട്ടതിരിക്ക് ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് യോജിച്ച ഒരു വിഗ്രഹം സ്വപ്നത്തിൽ ദേവി കാട്ടിക്കൊടുത്തു. അപ്രകാരം ഒരു കിണറ്റിൽ നിന്ന് ലഭിച്ച പാതാളാഞ്ജന വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന പ്രതിഷ്ഠ. വലയന്നൂർ ഭട്ടതിരിയുടെ അതിദേവതയായ ദേവി അങ്ങനെ വലയാധീശ്വരിയായി അറിയപ്പെട്ടു. ഒരു ഗ്രാമത്തിന്റെ പരദേവതയായി ശ്രീരാജരാജേശ്വരി ഭാവം അനർത്ഥമാക്കിക്കൊണ്ട് വലയാധീശ്വരിയായ അമ്മ തിരുവടി അനുഗ്രഹദായികയായി ഈ ശ്രീലകത്ത് വാഴുന്നു.